ഹായ്, ഞാൻ ജൂഡി. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഇതേപോലത്തെ സാറ്റിൻ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഇത് സാറ്റിൻ്റെ റിബണാണ്. ആ റിബൺ കൊണ്ടാണ് ഈ ഫ്ലവർ ചെയ്തേക്കുന്നത്. ഇതിന് വേണ്ടിയത് സാറ്റിൻ റിബൺ. ഇതിനൊരു 10 രൂപയ്ക്കേ ഉണ്ടാവുള്ളൂ. 1/2 ഇഞ്ചിൻ്റെയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നമുക്കൊരു ഈ സൈസ് ഫ്ലവറൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 12 ഇഞ്ചൊക്കെ മതി നീളം. ഇപ്പോൾ വലിയ പൂവാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നീളം കൂട്ടാം. ഇപ്പം ഞാൻ 12 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ടറ്റവും കൂടെ ഒന്ന് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് വരില്ല. നമുക്കതപ്പോൾ നന്നായിട്ട് ഇരിക്കും. ആദ്യം ഇങ്ങനെ ഒന്ന് അറ്റമൊന്ന് മടക്കി അതിന് ശേഷം ഒരു 2-3 ചുറ്റിങ്ങനെ ചുറ്റാം. കണ്ടില്ലേ? ചുറ്റിയിട്ട് ഇത് വിട്ട് പോകാതിരിക്കാൻ നമുക്കൊരു സൂചി നൂലും എടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ വെറുതെ ഒന്ന് തയ്ച്ച് വയ്ക്കാം. ഇതിങ്ങനെ വിട്ട് പോകാതിരിക്കാനാണ് ഇങ്ങനെ തയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ റിബൺ ഇങ്ങനെയല്ലേ, ഇത് നമുക്കിങ്ങനെ അടിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. കണ്ടില്ലേ? ഇപ്പം നമുക്കൊരു റോസാപ്പൂവിൻ്റെ ഇതള് പോലെ വന്നില്ലേ? ശേഷം വീണ്ടും അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ചുറ്റാം. വീണ്ടും അങ്ങനെ ചുറ്റുക. ഇനി നമുക്കിതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കിതിങ്ങനെ പൊങ്ങി വരും. പൊങ്ങാതിരിക്കാൻ വേണ്ടി നമുക്കത് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പൊങ്ങി വരില്ല. വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവാം. വീണ്ടും ഇങ്ങനെ ചുറ്റുക. ഇപ്പം നമുക്ക് ഈ ഒരു ഫ്ലവർ നമ്മളിപ്പോൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു പൂവിന് 4 രൂപയൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ഫ്രോക്ക് തയ്ക്കുമ്പോഴത്തേക്ക് ഒരു 10-20 പൂവൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ 80 രൂപ കൊടുക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് നമുക്കിപ്പോൾ ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു സാറ്റിൻ്റെ ചെറിയ റോള് കിട്ടും. അതിൽ നമുക്ക് ആവശ്യമുള്ള അത്ര ഫ്ലവർ നമുക്ക് തന്നെ ചെയ്യാം. കണ്ടില്ലേ? വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റിബൺ തീരുന്നോടം വരെ നമുക്കങ്ങനെ ചെയ്യാം. കണ്ടില്ലേ? എന്ത് എളുപ്പമാണിത് ചെയ്യാൻ. ഇങ്ങനെ ചെയ്ത് അവസാനം വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചെയ്ത് അടിയിലേക്ക് ഇങ്ങനെ വയ്ക്കാം. അത് നമുക്കിത് അങ്ങനെ തന്നെ നമുക്ക് തിരിച്ച് വയ്ക്കാം. തിരിച്ച് വെച്ചിട്ട് ഞാൻ ആദ്യമേ തയ്ച്ച സൂചി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് അവസാനത്തെ തുമ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഈ പൊങ്ങി നിൽക്കുന്നതും ഒക്കെ നമുക്ക് ചേർത്ത് ഇതിങ്ങനെ അങ്ങ് തയ്ക്കാം. ഇനി നമുക്ക് അടിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അകത്തേക്കും കൂടി സൂചി എടുക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്നും കൂടി ഇങ്ങനെ താഴത്തോട്ടാക്കി കഴിഞ്ഞാൽ അടിയിൽ നിന്ന് പൊങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് ഇങ്ങനെ ആക്കാം. കണ്ടോ? ഇപ്പം എത്ര വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തൊരു കെട്ടിടാം. കെട്ടിടുന്നത് നമ്മൾ ഈ തയ്യൽ അഴിഞ്ഞു പോകാതിരിക്കാനാണ് കെട്ടിടുന്നത്. കണ്ടില്ലേ? അടിഭാഗം നീറ്റായിട്ടുണ്ട്. നമുക്ക് നൂല് കട്ട് ചെയ്ത് കളയാം. വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്.